കടമറ്റത്ത് കത്തനാർ ഭാഗം 6. അർദ്ധരാത്രി സമയം. ചെമ്മാശൻ്റെ നാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് മലയരയനല്ലാതെ മറ്റാരും അറിഞ്ഞിരുന്നില്ല. എത്രയും പെട്ടെന്ന് കടമറ്റത്തെത്തി തൻ്റെ വലിയ കത്തനാരെ കാണണമെന്ന് ചെമ്മാശൻ്റെ മനസ്സ് വേവലാതിപ്പെടുകയായിരുന്നു. നിലാവുള്ള രാത്രി ആയതിനാൽ യാത്ര ക്ലേശകരമായിരുന്നില്ല. മരച്ചില്ലകളുടെ പഴുതുകളിലൂടെ ചിതറി വീണുകൊണ്ടിരുന്ന നിലാവെളിച്ചം കാട്ടുപാതകളിലൂടെ യാത്ര ചെയ്യുന്നതിന് ചെമ്മാശനെ സഹായിച്ചു. കുറേ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ വെറ്റിലയിൽ കാണപ്പെടുന്ന ഞരമ്പ് പോലെ കാട്ടിലെ ഒറ്റയടിപ്പാതകൾ പല ദിശകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നത് കണ്ടു. ഏത് വഴിയിലൂടെ പോകണം? ആകെ ഒരു ആശങ്ക. തൻ്റെ മനസ്സിൽ തോന്നിയ ഒരു വഴിയിലൂടെ ചെമ്മാശൻ യാത്ര തുടർന്നു. ഓട്ടവും നടത്തവുമായി യാത്ര തുടർന്ന ചെമ്മാശൻ അധികം ജനവാസമില്ലാത്ത ഒരു കുഗ്രാമത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിച്ചേർന്നു. തലേ ദിവസത്തെ ഉറക്കമിളച്ചുള്ള യാത്രയും മീനമാസ സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന അത്യുഷ്ണവും കൂടിയായപ്പോൾ ചെമ്മാശൻ്റെ ശരീരോർജം നിമിഷം പ്രതി കുറയുകയായിരുന്നു. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും അസഹ്യമായി. അതിനുള്ള പരിഹാരത്തിന് അടുത്തെവിടെയെങ്കിലും ആൾതാമസമുള്ള ഭവനങ്ങളുണ്ടോ എന്ന് സൂക്ഷ്മതയോടെ ചെമ്മാശൻ പരിശോധിച്ചു. അങ്ങകലെ കയ്യാലകൾക്കപ്പുറത്ത് വൈക്കോൽ കൊണ്ട് മേഞ്ഞിട്ടുള്ള ഒരു കുടിൽ കാണപ്പെടുന്നുണ്ട്. ആലോചിച്ച് നിൽക്കാതെ ആ സ്ഥാനം ലക്ഷ്യം വെച്ച് ചെമ്മാശൻ ശീഘ്രം നടന്നു. അദ്ദേഹം അവിടെ ചെന്നെത്തിയപ്പോൾ ആ കുടിലിൻ്റെ മുൻഭാഗം ഓലവാതിൽ കൊണ്ട് മൂടപ്പെട്ടിരുന്നു. വീട്ടുകാരെ, വീട്ടുകാരെ! മുറ്റത്ത് നിന്നുകൊണ്ട് ചെമ്മാശൻ വിളിച്ചു. ആരാത്? എന്താ വേണ്ടത്? വൃദ്ധയായ ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഞാനൊരു വഴിയാത്രക്കാരനാണ്. കലശലായ വിശപ്പും ദാഹവുമുണ്ട്. ഭക്ഷണത്തിന് എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വലിയ ഉപകാരമാകുമായിരുന്നു. ചെമ്മാശൻ ആ വൃദ്ധയോട് പറഞ്ഞു. വേഷം കണ്ടിട്ട് മുറ്റത്ത് നിൽക്കുന്ന ആൾ പള്ളിയുമായി ബന്ധമുള്ള ആളാണെന്ന് തോന്നുന്നു. പൊരിവെയിലത്ത് വിശക്കുന്നുവെന്ന് പറഞ്ഞ് മുറ്റത്ത് നിൽക്കുന്ന ആളോട് എന്താണ് പറയേണ്ടത്? എന്താണ് വല്യമ്മേ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? ഞാൻ കയറി വന്നത് ഇഷ്ടമായില്ലെന്നുണ്ടോ? ചെമ്മാശൻ ആ വല്യമ്മയോട് കാരണം അന്വേഷിച്ചു. അയ്യോ, അങ്ങനെയൊന്നുമില്ലേ. പിന്നെ കാര്യം എന്താണെന്ന് പറയൂ, ചെമ്മാശൻ നിർബന്ധിച്ചു. ഇവിടെ അടുപ്പ് പുകഞ്ഞിട്ട് ഇന്നേക്ക് 2 ദിവസമായി, വല്യമ്മ ജാളിതയോടെ പറഞ്ഞു. കഷ്ടമായല്ലോ കർത്താവേ. അത് പോട്ടെ, കുടിക്കാൻ ഇത്തിരി പച്ചവെള്ളം എടുത്തോണ്ട് വന്നാട്ടെ. അവർ വെള്ളമെടുക്കുന്നതിനായി അകത്തേക്ക് പോയി. പുറത്തു കിടന്നിരുന്ന മുളങ്കട്ടിലിൽ ചെമ്മാശൻ കാലുകൾ തൂക്കിയിട്ടിരുന്നു. ഒരു പാത്രം നിറയെ വെള്ളവുമായി ആ വൃദ്ധ സ്ത്രീ വന്നു. അത് ചെമ്മാശന് കൊടുത്തു. ഹോ, ആശ്വാസമായി. അത് മുഴുവൻ കുടിച്ചിട്ട് ചെമ്മാശൻ പറഞ്ഞു. ആട്ടെ, ഈ വീട്ടിൽ മറ്റാരുമില്ലേ? ഉണ്ടായിരുന്നു കുഞ്ഞേ, ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. എന്ന് വച്ചാൽ? വല്യമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടാതെ ചെമ്മാശൻ ചോദിച്ചു. എനിക്കൊരു മോനുണ്ടായിരുന്നു. അവൻ എങ്ങോട്ടോ പുറപ്പെട്ടു പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. വല്യമ്മ തൻ്റെ ദുഃഖം ചെമ്മാശനോട് പറഞ്ഞു. കർത്താവ് തമ്പുരാൻ്റെ നിശ്ചയം പോലെയേ ഓരോന്നും നടക്കത്തുള്ളൂ വല്യമ്മേ. അകത്ത് ചെന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള പാത്രങ്ങളിൽ എന്തെങ്കിലും മിച്ചം കിടപ്പുണ്ടോ എന്ന് നോക്കിയേ. എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. എന്ത് നോക്കാനാ കുഞ്ഞേ, വെല്ലാം ഉണ്ടായിരുന്നേൽ ഞാനിങ്ങനെ മുറുമുറാന്ന് പട്ടിണി കിടക്കുമായിരുന്നോ? ആ അരിയിട്ട് വെച്ചിരുന്ന പാത്രം വല്യമ്മച്ചി ഒന്നുകൂടി തട്ടിക്കുടഞ്ഞു നോക്കിയേ. ചെമ്മാശൻ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം എന്ന് പെറുപെടുത്തുകൊണ്ട് അവർ കുടിലിനുള്ളിലേക്ക് കയറിപ്പോയി. ദാണ്ടേ, ഇതാണ് അരിയിട്ട് വെച്ചിരുന്ന പാത്രം. കുഞ്ഞു തന്നെ നോക്ക് വല്ലതും ഉണ്ടോന്ന്. അരിയിട്ട് വെച്ചിരുന്ന തകരപാത്രം ചെമ്മാശന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് വല്യമ്മ പറഞ്ഞു. അദ്ദേഹം ആ പാത്രം കൊട്ടിയും കുടഞ്ഞും തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി. അതിൻ്റെ മൂലയിലെവിടെയോ ഒട്ടിപ്പിടിച്ചിരുന്ന ഒരു നുറുക്കലരി ചെമ്മാശൻ കണ്ടെടുത്തു. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ എന്തേലും കാണാതിരിക്കത്തില്ലെന്ന്. ആ നുറുക്കലരി ഉള്ളം കൈയിലാക്കി നീട്ടിപ്പിടിച്ചുകൊണ്ട് ചെമ്മാശൻ പറഞ്ഞു. ചെമ്മാശൻ്റെ ആ പ്രവൃത്തി കണ്ടപ്പോൾ വല്യമ്മയ്ക്ക് സംശയമായി. ഇയാൾ വല്ല ഭ്രാന്തനുമായിരിക്കുമോ? വല്യമ്മ പേടിക്കൊന്നും വേണ്ട, എനിക്ക് ഭ്രാന്തൊന്നുമില്ല.
അവരുടെ നിൽപ്പും ഭാവവും കണ്ടിട്ട് ഷെമ്മാശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താൻ മനസ്സിൽ കണ്ടത് അപ്പാടെ വിളിച്ചു പറഞ്ഞ ആ മനുഷ്യന്റെ കഴിവിൽ വല്യമ്മയ്ക്ക് അതിശയം തോന്നി. അയ്യോ, അതൊന്നുമല്ലായേ കുഞ്ഞേ, ഞാൻ ഓരോന്നങ്ങ് ആലോചിച്ച് നിന്നുപോയതാണേ, അവർ സങ്കോചത്തോടെ മറുപടി പറഞ്ഞു. എന്നാൽ വല്യമ്മ ഒരു കാര്യം ചെയ്യ്, അകത്ത് ചെന്ന് കഞ്ഞിക്കുള്ള വെള്ളം അങ്ങ് അടുപ്പിലോട്ട് ഇട്ടാട്ടെ. അല്പസമയം ഷെമ്മാശനെ സംശയത്തോടെ നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറിപ്പോയ അവർ മനസ്സില്ലാ മനസ്സോടെ കലം കഴുകി അടുപ്പിൽ വെച്ചു. ആ വല്യമ്മച്ചിയെ, വെള്ളം തിളച്ചോ? ഷെമ്മാശൻ വിളിച്ചു ചോദിച്ചു. ഉവ്വ് കുഞ്ഞേ. എന്നാൽ ഈ നുറുക്കലരി വല്യമ്മച്ചി ആ കഞ്ഞിക്കലത്തിലേക്ക് ഇട്ടാട്ടെ. ആകെപ്പാടെ ഒരു പന്തികേട് തോന്നിയ അവർ മറുപടിയൊന്നും പറയാതെ ആ നുറുക്കലരി വാങ്ങി കഞ്ഞിക്കലത്തിലിട്ട് അടപ്പെടുത്ത് മൂടി. കുറെ സമയം കഴിഞ്ഞു. അടുപ്പിലെ കഞ്ഞി തിളച്ചു പൊങ്ങുന്ന ശബ്ദം കേട്ട് അവർ ചിന്താവിമുക്തയായി. അരി വേവുമ്പോഴുണ്ടാകുന്ന പ്രത്യേക തരം മണം, അടപ്പുപാത്രത്തിൻ്റെ അരികിലൂടെ തിളച്ചൊഴുകുന്ന കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം. കർത്താവേ, ഇതെന്തോന്നാ താനീ കാണുന്നേ? പാരവശ്യത്തോടെ കഞ്ഞിക്കലത്തിൻ്റെ അടപ്പെടുത്തു മാറ്റിയ വല്യമ്മ അതിലേക്ക് ചിരട്ടത്തവിയിട്ട് ഇളക്കി നോക്കി. എൻ്റെ പൊന്നു തമ്പുരാനെ, ഇത് എന്തൊരു അതിശയമാണേ! ഒരു നുറുക്കലരി വെന്തു വന്നപ്പോൾ ഒരു കലം നിറയെ ചോറോ? ചിരട്ടത്തവിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ കൽപ്രതിമ കണക്കെ നിന്നുപോയി. വല്യമ്മച്ചിയെ, കഞ്ഞി കാലായോ? പുറത്തിരുന്ന് ഷെമ്മാശൻ വിളിച്ചു ചോദിച്ചു. ഉവ്വേ. ഉൾഭയത്താൽ അവരുടെ തൊണ്ട ഇടറിയിരുന്നു. ആ, ഇനി അതിനെന്തെങ്കിലും ഒരു തൊടുകറിയും കൂടി വേണ്ടായോ? ഷെമ്മാശൻ്റെ അടുത്ത ചോദ്യം അതായിരുന്നു. അതും ശരിയാണല്ലോ, അതിനുള്ള ഒരു വകയും ഇവിടെ ഒട്ടില്ല താനും. പരിഭ്രമത്തോടെ അവിടെയെല്ലാം അവർ പരതി നോക്കി. ഈ വല്യമ്മച്ചിക്ക് അപ്പടി മറവിയാ. പിന്നാമ്പുറത്തെ തൊടിയിൽ വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറിയെക്കുറിച്ച് ഓർക്കത്തേയില്ല. ഇതെന്തോന്നാ ഈ ഷെമ്മാശൻ ഭ്രാന്തി വിളിച്ചു പറയുന്നേ? പിന്നാമ്പുറത്തെ തൊടിയിൽ പച്ചക്കറി വിളഞ്ഞു കിടപ്പുണ്ടെന്നോ? അവിടെ ഒരു കപ്പളമരം നിന്നിരുന്നത് പോലും ഉണങ്ങിക്കരഞ്ഞിട്ട് കാലം എത്രാണ്ടായി. ഇങ്ങനെയെല്ലാം ചിന്തിച്ചുവെങ്കിലും ഷെമ്മാശൻ വെറും വാക്ക് പറയുന്ന സാധാരണക്കാരനല്ലെന്ന് വല്യമ്മച്ചിക്ക് ബോധ്യമുണ്ടായിരുന്നു. ഏതായാലും പിന്നാമ്പുറത്തെ തൊടിയിൽ ചെന്ന് നോക്കിക്കളയാമെന്ന് തന്നെ അവർ തീരുമാനിച്ചു. തൊടിയിലെത്തിയ വല്യമ്മച്ചി അവിടുത്തെ അത്ഭുത കാഴ്ച കണ്ട് മൂക്കത്ത് വിരൽ വെച്ച് നിന്നുപോയി. എൻ്റെ കർത്താവേ, 5 അപ്പം കൊണ്ട് 5000 ഊട്ടിയോനെ, ഇത് എന്തൊരു മറിമായമാണേ! ഒരു സദ്യവട്ടത്തിന് വേണ്ടത്ര പടവലങ്ങായും വെണ്ടയ്ക്കയും കയ്പയ്ക്കായും വഴുതനങ്ങായും പച്ചക്കായും പച്ചമുളകും പല സാധനങ്ങളും അല്ലയോ ഇവിടെ വിളഞ്ഞു പാകമായി നിൽക്കുന്നത്? തൻ്റെ മനസ്സിന് താളം തെറ്റിപ്പോയേക്കുമോ എന്ന് അവർക്ക് സംശയം തോന്നി. വല്യമ്മച്ചിയെ, ഒന്ന് വ്യക്തമായിക്കോട്ടെ, വിശപ്പ് കൊണ്ട് കണ്ണിൽ ഇരുട്ട് കയറുകയാണേ. ഷെമ്മാശൻ്റെ സ്വരം വല്യമ്മച്ചിയെ തട്ടിയുണർത്തി. പിന്നീടുള്ള അവരുടെ ജോലികൾ യന്ത്രവേഗത്തിലാണ് നടന്നത്. വിഭവങ്ങളെല്ലാം പെട്ടെന്നൊരുക്കിയ വല്യമ്മച്ചി ഒരു നാക്കിലയും മുറിച്ചെടുത്ത് കൊരണ്ടിപ്പലകയും ഇട്ട് ഷെമ്മാശനെ ഊണിന് വിളിച്ചു. കുടിലിനുള്ളിലേക്ക് കയറി വന്ന ഷെമ്മാശൻ അവിടെ തനിക്കൊരാൾക്ക് മാത്രം ഇല വച്ചിരിക്കുന്നത് കണ്ട് വല്യമ്മച്ചിയോട് ചോദിച്ചു. ഇത് എന്തോന്നാ വല്യമ്മച്ചി പന്തിയിൽ പക്ഷാഭേദം കാണിച്ചിരിക്കുന്നത്? ഷെമ്മാശന്റെ ചോദ്യത്തിൻ്റെ പൊരുളെന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ സംശയത്തോടെ ഷെമ്മാശനോട് ചോദിച്ചു. എൻ്റെ പൊന്നു കുഞ്ഞേ, അറിഞ്ഞുകൊണ്ടൊരു പക്ഷാഭേദവും ഞാൻ കാട്ടിയിട്ടില്ലല്ലോ, പിന്നെ എന്താണ് അങ്ങനെ ചോദിച്ചത്? ഇവിടെ ഇപ്പം നമ്മൾ എത്ര പേരാണുള്ളത്? ഷെമ്മാശൻ ചോദിച്ചു. 2 ആള്, വല്യമ്മച്ചി മറുപടി പറഞ്ഞു. ഒരു വിരുന്നുകാരൻ കൂടി വന്നേക്കുമെന്ന് കൂട്ടിക്കോ, അപ്പം മൊത്തം എത്ര പേരുണ്ടാകും? അപ്പോൾ ആകെ 2 1 3 പേരുണ്ടാകും, വല്യമ്മച്ചി മറുപടി പറഞ്ഞു. എന്നാൽ 3 ഇലകൾ വെച്ച് ചോറും കറികളും വിളമ്പിക്കോ, ഷെമ്മാശൻ പറഞ്ഞു. ഞാൻ പിന്നെ കഴിച്ചോളാം കുഞ്ഞേ. ഒരു വിരുന്നുകാരൻ വരുമെന്ന് പറഞ്ഞല്ലോ, അയാൾ ആരാണ്? ആദ്യമേ വല്യമ്മച്ചി ഇലകളിട്ട് ചോറും കറികളും വിളമ്പ്. വരുന്ന ആളിനെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കുഞ്ഞിൻ്റെ ഒരു കാര്യം, പറയുന്നതും ചെയ്യുന്നതുമൊക്കെ തമാശയുള്ള അത്ഭുതങ്ങളും, വല്യമ്മച്ചി പറഞ്ഞു. എന്നിട്ട് 3 ഇലകൾ നിരത്തിയിട്ട് അതിൽ ചോറും കറികളും വിളമ്പിയിട്ട് വല്യമ്മച്ചി ചോദിച്ചു. വിരുന്നുകാരൻ വരുമെന്ന് പറഞ്ഞിട്ട് ആളിനെ ഇതുവരെ കണ്ടില്ലല്ലോ? ആ, വല്യമ്മച്ചിയുടെ പുറപ്പെട്ടു പോയ മോൻ്റെ പേര് എന്താണെന്നാ പറഞ്ഞത്? അവൻ്റെ പള്ളിയിൽ വിളിച്ച പേര് എൽദോസ് എന്നായിരുന്നു.
പക്ഷേങ്കിൽ ഞാനും മറ്റുള്ളവരും വിളിച്ചോണ്ടിരുന്നത് കുഞ്ഞപ്പ എന്നും. അങ്ങനെയാണെങ്കിൽ കാണാതായ മോൻ്റെ പേര് ചൊല്ലി വല്യമ്മച്ചി 3 വട്ടം ഒന്ന് വിളിച്ചേ. കുഞ്ഞപ്പോ, കുഞ്ഞപ്പോ, എടാ പൊന്നു കുഞ്ഞപ്പോ. മോനെ വിളിച്ചപ്പോൾ അവർ അറിയാതെ കരഞ്ഞുപോയി. എന്താ അമ്മച്ചിയെ, വിളിച്ചാർന്നോ? കുഞ്ഞപ്പൻ കുടിലിനകത്തേക്ക് കടന്നു വന്നു. അയ്യോ കർത്താവേ, എൻ്റെ പൊന്നു മോൻ, നീ ഇത്രയും നാളും എവിടെയാർന്നട മോനെ? മോനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വല്യമ്മച്ചി തേങ്ങിക്കരഞ്ഞു. ഹാ വല്യമ്മച്ചി, എന്താണീ കാട്ടുന്നത്? മോനിങ്ങ് വന്നില്ലേ? അവന് ചോറ് കൊടുത്തിട്ട് അമ്മച്ചിയും കഴിക്ക്. എനിക്കാണെ വിശപ്പ് കൊണ്ട് കുടലും അറിയുക. തമാശകളും പറഞ്ഞുകൊണ്ട് നിന്നിരുന്ന ഷെമ്മാശനെ നോക്കി കൈകൂപ്പി തൊഴുതുകൊണ്ട് വല്യമ്മച്ചി പറഞ്ഞു. പാപിയായ ഈ മറിയയുടെ കുടിലിലേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്ന പരിശുദ്ധ മിശിഹായെ സ്തുതി, സ്തുതി. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മച്ചി, അത് മഹാപാപമാണ്. വിശപ്പും ദാഹവുമുള്ള സാധാരണക്കാരനായ ഞാനെവിടെ? മറഞ്ഞു നിന്ന് എല്ലാവർക്കും എല്ലാം നൽകുന്ന ദയാപരനായ ദൈവം തമ്പുരാൻ എവിടെ? വല്യമ്മച്ചി, നേരം ഒത്തിരിയായി. കുഞ്ഞപ്പ, നീ ഇരുന്ന് ചോറുണ്ട്. ആ കറിയും ചോറുമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മച്ചിയും ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. വിശുദ്ധനായ ഒരു പുണ്യവാളനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചതിൽ വല്യമ്മച്ചി പരമസംതൃപ്തിയായിരുന്നു. വല്യമ്മച്ചി വിളമ്പിത്തന്ന ഈ ഭക്ഷണത്തിൻ്റെ സ്വാദ് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. സമയമേറെയായി, എനിക്ക് അത്യാവശ്യമായി മറ്റൊരാളെ കാണാനുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങുകയാണ്. അയ്യോ, ഇത്ര പെട്ടെന്ന് കുഞ്ഞു പോവുകയാണെന്നോ? ഇനി വല്യമ്മച്ചിക്ക് കൂട്ടിനായി മകനുണ്ടല്ലോ. ഇനി ഒരിക്കലും അയാൾ പുറപ്പെട്ടു പോവുകയില്ല. എന്താ കുഞ്ഞപ്പ, ഞാൻ പറയുന്നത് അനുസരിക്കത്തില്ലേ? ഓ, അനുസരിച്ചു കൊള്ളാമേ, കുഞ്ഞപ്പൻ മറുപടി പറഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങുന്നു, ചെമ്മാശൻ പറഞ്ഞു. കുഞ്ഞേ, വല്യമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ അമ്മച്ചി, ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. ഇനി ഒരിക്കലും ഇവിടുത്തെ അരിപ്പാത്രം ഒഴിയുകയില്ല. പിന്നാമ്പുറത്തെ പച്ചക്കറിത്തോട്ടവും ഉണങ്ങിപ്പോവുകയില്ല. പടികളിറങ്ങി ചെമ്മാശൻ നടന്നു നീങ്ങി. വിശുദ്ധനായ ആ പുണ്യവാളൻ നടന്നു മറയുന്നതുവരെ അമ്മയും മകനും കണ്ണീരോടെ നോക്കി നിന്നു.